ഈ ഒരു കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോടിനെ മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് വലിയ നേട്ടമാണല്ലോ. അതാണ് ഈ ഒരു ഘട്ടത്തിലൊക്കെ പറയുന്നത്. സന്തോഷം, അഭിമാനം. അച്ഛൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു പദവി കിട്ടിയാൽ നമുക്കൊക്കെ അഭിമാനിക്കാം. കോഴിക്കോട്ടുകാരായാലും പ്രത്യേകിച്ച് അച്ഛൻ ഏത് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അച്ഛൻ കോഴിക്കോടിനെ മറന്നിട്ട് ഒരു കാര്യം പറയാറുണ്ട്. അച്ഛൻ്റെ ഏത് വരികളാണ് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത്? പ്രത്യേകം പറയാൻ പറ്റില്ല അല്ലേ? ഇല്ല. അച്ഛൻ്റെ ആ സന്തോഷം എപ്പോഴും എനിക്കറിയാം. അച്ഛൻ എവിടെ ചെന്നാലും കോഴിക്കോടിൻ്റെ കാര്യം എപ്പോഴും പറയാം. ഏത് ലോകം മുഴുവൻ ചുറ്റിയാലും അച്ഛൻ ഏറ്റവും ഇഷ്ടം സ്വിറ്റ്സർലൻഡ് ആയിരുന്നു. പക്ഷെ അച്ഛൻ പറയും പ്രകൃതി ഭംഗി കൊണ്ട് സ്വിറ്റ്സർലൻഡ് ആണെങ്കിൽ എനിക്ക് കേരളത്തോടുള്ള ആ ഇഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട്. ഇന്നലെ അവിടെ SM സ്ട്രീറ്റിൽ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. നമുക്ക് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു അനുഭവം കോർപ്പറേഷൻ മേയറൊക്കെ നമുക്ക് സപ്പോർട്ടും തന്നിട്ടുണ്ട്. അഭിമാനത്തോടെ കേൾക്കാൻ കാത്തിരിക്കുന്നു. തെരുവിന്റെ കഥ ഇപ്പോൾ തെരുവിന്റെ അല്ല, ലോകത്തിന്റെ കഥയാണ്. അതെ. ആ തെരുവിന്റെ കഥ ഇങ്ങനെ തെരുവിന്റെ കഥ വായിച്ചപ്പോൾ മനസ്സിലുള്ള സന്തോഷം എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കോഴിക്കോട് അച്ഛൻ കോഴിക്കോട് ജനിച്ച് കോഴിക്കോട് തന്നെ വളർന്ന ഒരാളാണ്. കോഴിക്കോടിനെ പറ്റി എഴുതിയ കഥയാണ്, ദേശത്തിന്റെ കഥയാണ്, തെരുവിന്റെ കഥയാണ്. കോഴിക്കോടിനെ പറ്റി തന്നെയാണ് ആ കഥ. അന്നത്തെ കാലത്ത് ജീവിച്ച് മരിച്ച ആൾക്കാരുടെ കഥയാണ്, ദേശത്തിന്റെ തെരുവിന്റെ കഥയാണ്. അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പദവി ലഭിക്കുന്നത് അച്ഛൻ്റെ നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. അതെ. അച്ഛൻ്റെ നാടിനെ കോഴിക്കോടിനെ ജനിച്ചു വളർന്ന അഭിമാനത്തോടെ പലരുടെ ഒരു കോഴിക്കോടുകാരൻ എന്ന നിലയിൽ ഇപ്പൊ എന്താ പറയാൻ? കോഴിക്കോട് ഇന്ത്യയിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1937 കെ ദാമോദരൻ്റെ നേതൃത്വത്തിൽ ഈ കോഴിക്കോടിൻ്റെ പരിസരത്താണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ സാഹിത്യകാരന്മാർക്കുള്ള പങ്ക്, പ്രത്യേകിച്ച് നമ്മുടെ നഗരത്തിൽ വലിയ വലിയ ആളുകൾ SK പൊറ്റക്കാടും ഉറൂബും തിക്കോടിയനും KT മുഹമ്മദും അവരെല്ലാം കഠിനാധ്വാനം ചെയ്തതാണ്. അവർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതലത്തിൻ്റെ മേലെയാണ് നമുക്ക് ഈ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഇത് വളരെ വളരെ സന്തോഷം. എല്ലാവരും അഭിമാനിക്കുക. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ സാംസ്കാരിക രംഗത്ത് ചുമതലയെടുത്ത് സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിലും വലിയ സന്തോഷമുണ്ട്. IPTAയുടെ അധ്യക്ഷൻ.